ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രീമിയറിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളെ പറ്റിയാണ്. ഒരുപാട് പേര് ചോദിച്ചു എഡിറ്റിങ്ങിൻ്റെ കുറച്ച് വീഡിയോസ് കൂടുതലായിട്ട് ആഡ് ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇനി മുതൽ നമ്മൾ പ്രീമിയറിൻ്റെ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് അങ്ങനെ മൾട്ടിമീഡിയ രംഗത്തുള്ള കൂടുതൽ സോഫ്റ്റ്വെയർ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രീമിയറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻ്റർഫേസ്, അതായത് പ്രീമിയറിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് എഡിറ്റ് ചെയ്യാം, നമ്മുടെ രീതിക്ക് എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അഡോബ് പ്രീമിയർ പ്രോ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് പ്രീമിയർ പ്രോയുടെ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു വിൻഡോയാണ്. 4 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടേതായ രീതിക്ക് നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കിതിന് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും കളർ, എഫക്ട്സ്, ഓഡിയോ, ഗ്രാഫിക്സ്, ലൈബ്രറീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മേളിലൊരു ടോപ്പിലൊരു ബാർ നമുക്ക് നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് കുറേ കാറ്റഗറീസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം നമുക്ക് പല ആൾക്കാർ പല രീതിക്ക് ഇത് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ എഡിറ്റിംഗ് ചെയ്യുന്നവരായിരുന്നെങ്കിൽ കൂടുതലും എഡിറ്റിംഗ് വർക്ക് സ്പേസ് ആയിരിക്കും. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ട മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് വേണ്ട പാനൽസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത പാനൽസ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കളർ പാനലുണ്ട്, എഫക്ട്, ഓഡിയോ, അങ്ങനെ പല കാറ്റഗറീസും നമുക്ക് ഇവിടെ നമുക്ക് ഈ മേളിലത്തെ പാനലിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ എഡിറ്റിങ്ങിൽ നമ്മൾ ഡിഫോൾട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് സ്പേസ് കിടക്കുന്നത്. നമുക്ക് ഏതൊരു വർക്ക് സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടും അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മെനൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു മെനു വേണ്ട എങ്കിൽ നമുക്ക് അതിൻ്റെ അതിൽ നമുക്ക് സൈഡ് ബാറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലോസ് പാനൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് പൊയ്ക്കോളൂ. അപ്പോൾ നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്ത് കളയാൻ പുതിയ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെനു നമുക്ക് കാണാതെ പോയി എങ്കിൽ നമുക്ക് വിൻഡോയ്ക്കകത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെനൂസ് എല്ലാം നമുക്ക് താഴോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കിവിടെ ടിക്ക് ഉണ്ടോ എന്ന് നോക്കുക. ടിക്ക് ഇല്ലെങ്കിലാണ് കാണാതെ പോകുന്നത്. നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടിക്ക് വരും. അപ്പോൾ ആ ഒരു മെനു നമുക്ക് നമ്മുടെ വർക്ക് സ്പേസിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ നോക്കുന്നത് നമ്മുടെ വർക്ക് സ്പേസ് ആണ്. വർക്ക് സ്പേസിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണെങ്കിൽ വർക്ക് സ്പേസിൻ്റെ കുറച്ച് മെനൂസ് നമുക്ക് മേളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഓൾ പാനൽസിൻ്റെ അകത്ത് വേണമെങ്കിൽ Alt+Shift+1, അസംബ്ലിക്ക് Alt+Shift+2, ഓഡിയോ Alt+Shift+3, അങ്ങനെ പല മെനൂസും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെനൂസിൻ്റെ എല്ലാം ഷോർട്ട് കീ നമുക്ക് വേണമെങ്കിൽ നമ്മുടേതായ രീതിക്ക് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റെവിടെയെങ്കിലും ചെന്നൊന്ന് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴായിരിക്കും നമ്മുടേതായ രീതിയിൽ ഉപയോഗിക്കുന്ന കീ ആയിരിക്കത്തില്ല, അവിടെ ഡിഫോൾട്ടായിട്ടുള്ള കീസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കഴിവതും ഡിഫോൾട്ടിൽ തന്നെ ഷോർട്ട് കീസ് ഉപയോഗിക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കൂടുതലായിട്ടും ആൾക്കാർ ഉപയോഗിക്കുന്ന ഷോർട്ട് കീസിൻ്റെ നമുക്ക് നമുക്ക് കിട്ടുന്നതാണ്. അത് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതെല്ലാം നമുക്ക് നമ്മുടെ വർക്ക് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് സ്പേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പാനൽസ് മാറി കിടക്കുന്നതുകൊണ്ട് ചില പാനലുകൾ കാണുന്നില്ല എങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രശ്നം നമുക്കില്ല. നമ്മുടെ ഈ പ്രോഗ്രാം വിൻഡോ, അതായത് എഡിറ്റിങ്ങിലെ പ്രോഗ്രാം വിൻഡോ നമ്മൾ ക്ലോസ് പാനൽ അത് ക്ലോസ് ആയിപ്പോയി. നമ്മുടെ വിൻഡോ ഇങ്ങനെയുണ്ട്. എഡിറ്റിംഗ് വിൻഡോയ്ക്ക് അതിപ്പോൾ നമ്മുടെ 3 എണ്ണമേ കാണുന്നുള്ളൂ, 3 സെക്ഷനായിട്ടാണ് കാണുന്നത്. അത് അപ്പോൾ നമ്മുടെ എഡിറ്റിങ്ങിൻ്റെ ആ ഒരു പാനൽ കാണുന്നില്ല എങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏത് വർക്ക് സ്പേസിലാണോ ഇട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് അത് നമുക്ക് റീസെറ്റായിട്ട് നമുക്ക് പഴയപടി തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതായത് ഏതൊരു വർക്ക് സ്പേസിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ മിക്കതും വലിച്ചിടുമ്പോഴൊക്കെ നമ്മുടെ പാനൽസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെന്നിപ്പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് താഴോട്ട് പോകും അല്ലെങ്കിൽ മേളിലോട്ട് പോകും. ഇപ്പോൾ നമ്മുടെ വർക്ക് സ്പേസ് ഉള്ളിൽ തെറ്റി കിടക്കുകയാണ്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. വിൻഡോയ്ക്കകത്ത് ചെല്ലുക, വർക്ക് സ്പേസിൽ ചെല്ലുക, റീസെറ്റ് ലേഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് വർക്ക് സ്പേസ് ആണോ ഉപയോഗിക്കുന്നത് നമുക്ക് റീസെറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിസെറ്റ് നമ്മൾ ചെയ്തു. അതിൻ്റെ തൊട്ട് താഴോട്ട് വരുമ്പോഴേക്കും നമുക്ക് സേവ് ആസ് ടു നമ്മൾ റിസെറ്റ് ചെയ്തിരിക്കുന്ന വർക്ക് സ്പേസിൽ എന്തെങ്കിലും മാറ്റം കൊണ്ട് നമുക്കത് വേണമെങ്കിൽ സേവ് ചെയ്യുക. അല്ലെങ്കിൽ പുതിയൊരു വർക്ക് സ്പേസിൽ നമുക്ക് നമ്മുടേതായ ഒരു ന്യൂ വർക്ക്
സ്പേസ് ആയിട്ട് നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അല്ല എങ്കിലും നമുക്ക് വിൻഡോയ്ക്കകത്ത് ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും എഡിറ്റ് വർക്ക് സ്പേസ്, നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക് സ്പേസിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കത് നമ്മുടേതായ രീതിക്ക് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് വർക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു മെനു അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു മെനു നമുക്ക് ആഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് വർക്ക് സ്പേസ് എഡിറ്റ് ചെയ്യുന്നില്ല, ഇനിയിപ്പോൾ നമുക്ക് ഒരെണ്ണം വേണ്ട എങ്കിൽ നമുക്കത് ഡു നോട്ട് ഷോയിലേക്ക് ക്ലിക്ക് ചെയ്ത് വലിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇത് ഹൈഡ് ആയി പോകുന്നത് അല്ലെങ്കിൽ ക്ലോസ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എഡിറ്റിംഗ് ഇപ്പോൾ കളറിൻ്റെ അകത്താണെങ്കിൽ തന്നെ നമുക്കൊരു പുതിയൊരു ഇത് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വിൻഡോയ്ക്കകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എഫക്ട്സ് കൺട്രോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം നമുക്കിപ്പോൾ ഒരു കളറ് നമുക്ക് കാണുന്നില്ല, ഇപ്പോൾ ഈ സാധനമുണ്ട്, ഈ പാനൽ ക്ലോസ് ആയിപ്പോയി, ക്ലോസ് പാനൽ. ഇപ്പം ഞാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് വിൻഡോയ്ക്കകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ചെന്ന് നമ്മുടെ എസെൻഷ്യൽ ഗ്രാഫിക്സ് ആണ് നമുക്ക് ആവശ്യം, ആ സാധനം നമുക്കിവിടെ കാണുന്നില്ല എങ്കിൽ നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാനൽ നമുക്കവിടെ കിട്ടുന്നതാണ്. ഇപ്പോൾ ക്ലോസ് ആയി പോയാലും നമുക്ക് വിൻഡോയ്ക്കകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അല്ല ഇതൊന്നും നമുക്ക് കിട്ടിയില്ല എങ്കിൽ തന്നെ നമുക്ക് ഏതോ ഒരു വർക്ക് സ്പേസ് അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്കത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് റിസെറ്റ് ലേഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഴയ വിൻഡോയിലേക്ക് തന്നെ അത് തിരിച്ച് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണോ നമ്മുടെ വർക്ക് സ്പേസുമായി ബന്ധപ്പെട്ട് പ്രീമിയറിൻ്റെ അകത്ത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് കൂടുതൽ വർക്ക് സ്പേസ് നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഓർത്ത് ഒരുപാട് പേര് ഡൗട്ടായിട്ടിരിക്കുന്നുണ്ട്, ഒരുപാട് സെക്ഷൻ ഇങ്ങനെ കാണുന്നതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്ക് സ്പേസിൻ്റെ കാര്യങ്ങൾ നമുക്ക് തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ മാറിപ്പോവുകയോ ചില ഭാഗങ്ങളൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തിരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വർക്ക് സ്പേസ് ഓർത്ത് നമുക്ക് വറി ആവേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് എങ്ങനെയാണ് വർക്ക് സ്പേസ്, നമുക്ക് ഏത് വർക്ക് സ്പേസിലാണെങ്കിലും നമുക്കത് തിരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പോയതോർത്തൊട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രീമിയറിലേക്ക് കാലെടുത്ത് വെക്കുന്നവരെ സംബന്ധിച്ചാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലും പ്രീമിയറും മൾട്ടിമീഡിയ രംഗത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ വർക്ക് സ്പേസിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത സെക്ഷനായിട്ട് പ്രീമിയറായിട്ട് കൂടുതൽ അതായത് കാലെടുത്ത് വെക്കുന്നവരെ സംബന്ധിച്ച് കൂടുതലായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തോട്ട് ഒരു പ്രൊഫഷണൽ രീതിയിൽ എഡിറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ചാനൽ വഴി നമ്മൾ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.